മോഹൻലാൽ ഡൽഹിയിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങുമ്പോൾ അതേസമയം അതേ ദിവസം മമ്മൂട്ടിയുടെ വീട്ടിൽ റെയ്ഡ് നടക്കണമെന്ന് തീരുമാനിച്ചത് ആരാണ്? Shri Mohanlal being recognized for his monumental contributions, unparalleled versatility. കള്ളക്കടത്ത് വാഹനങ്ങളിൽ പരിശോധന തുടരുകയാണ് കസ്റ്റംസ്. ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ ഗ്യാരേജിലെ പരിശോധനയുടെ ദൃശ്യങ്ങളാണോ? Artistry that have profoundly shaped narrative cinema, inspired generations of artists. പനമ്പള്ളി നഗറിലുള്ള മമ്മൂട്ടിയുടെ പഴയ വീടിനോട് ചേർന്നുള്ള മമ്മൂട്ടിയുടെ കാറുകൾ സൂക്ഷിക്കുന്ന ഗ്യാരേജിലാണ്. And a great master of his craft. ഏകദേശം 6ഓളം കസ്റ്റംസ് ഉദ്യോഗസ്ഥരെത്തിയാണ് ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായുള്ള പരിശോധന ഇവിടെ നടക്കുന്നത്. മമ്മൂട്ടിയുടെ വീട്ടിൽ അതിന്റെ ഗ്യാരേജിൽ പരിശോധന നടക്കുകയാണ്. ഇത് ആരുടെ ഗൂഢാലോചനയാണ്? നമ്മുടെ ഒരു മഹാനടൻ ലോകത്തിന്റെ നെറുകയിലേക്ക് ഉയരുമ്പോൾ മറ്റേയാൾ അപമാനത്തിന്റെ പടുകുഴിയിലേക്ക് അന്നേ ദിവസം തന്നെ ആ സമയത്ത് തന്നെ വീഴണമെന്നത് ആരുടെ പകയാണ്? പൃഥ്വിരാജും ദുൽഖറും വല്ല തട്ടിപ്പൊക്കെ നടത്തിയോ എന്ന് അറിയണമെങ്കിൽ ഈ രീതിയിൽ നാടിളക്കി മാധ്യമങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടി 24/7 ലൈവ് നടത്തി ഒക്കെ റെയ്ഡ് നടത്തേണ്ട കാര്യമുണ്ടോ? ഫോണിൽ വിളിച്ച് വണ്ടിയുടെ വിശദാംശങ്ങൾ ഹാജരാക്കാനും അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് തരണമെന്നും ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടാൽ ഇവർ ഒളിച്ചോടി പോകുന്ന ആളുകളാണോ? എന്തിനാണ് ഈ തരത്തിലുള്ള ഒരു നാടകം ഇന്നലത്തെ ദിവസം നമ്മുടെ സമൂഹത്തിൽ മാധ്യമങ്ങളിൽ അരങ്ങേറിയത്? മാന്യമായി അന്വേഷണം നടത്തിയ ഒളിവിൽ പോകുന്ന മനുഷ്യരാണോ ഇവരൊക്കെ? ഓപ്പറേഷൻ നുംകൂർ ഓന്റെ ഒരു ഓപ്പറേഷൻ നങ്കോർ എന്ത് മണ്ണാങ്കട്ടയാണിത്? ആളെ പേടിപ്പിക്കുന്ന ഒരു പേര്. ഡോക്ടർ ടി ബിജു കസ്റ്റംസ് കമ്മീഷണർ ആണത്രേ ഇദ്ദേഹം. ഇയാളെ ഒന്ന് നോക്കി വെക്കണം, കാരണം ബാക്കി വാർത്താ സമ്മേളനം നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. അത്ര ശരിയല്ല ആള്. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് നമുക്ക് അതൊക്കെ അന്വേഷിക്കേണ്ട സാധനങ്ങളാണ്. നമുക്കറിയില്ല. ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ ഏജൻസീസ് ആണോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യേണ്ടത് ആ ഏജൻസീസിനെ ഇൻവോൾവ് ചെയ്യേണ്ടി വരും. ആരാ മക്കളെ ഇവിടെ ഇപ്പൊ ഈ തീവ്രവാദി എന്നൊക്കെ പറയുന്നത്? എന്തൊക്കെ തോന്നിയാസമാണ് വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടി ഇയാൾ വിളിച്ചു പറയുന്നത്. ഇനി ഈ കേസിന് വല്ല തീവ്രവാദി ബന്ധവും ഉണ്ട് എന്ന് തന്നെ കരുതുക. അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയുടെ ഗാരേജിലാണോ തീവ്രവാദികളെ തിരിയേണ്ടത്? ഇയാൾ ആള് ശരിയല്ല മക്കളെ. ബാക്കി ഭാഗം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എല്ലാം അറിയാവുന്ന ഡോക്ടർ ടി ടിജു കസ്റ്റംസ് കമ്മീഷണർ സാറേ, എനിക്ക് അങ്ങയോട് ഒരു ചോദ്യമുണ്ട്. 2010 80 ലക്ഷത്തോളം വില വരുന്ന ഓഡി Q7 സുരേഷ് ഗോപി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്യുന്നത്. പോണ്ടിച്ചേരി RT ഓഫീസിലെ രേഖകൾ പ്രകാരം സുരേഷ് ഗോപിയുടെ വിലാസം 3CA കാർത്തിക് അപ്പാർട്ട്മെന്റ്സ് 100 ഫീറ്റ് റോഡ് LI പള്ളിച്ചാവടി പോണ്ടിച്ചേരി എന്നാണ്. കേരളത്തിലെ പ്രമുഖ താരമായ സുരേഷ് ഗോപി എന്തിനാണ് പോണ്ടിച്ചേരിയിലെ ഇത്രയും ദരിദ്രരായവരുടെ ഫ്ളാറ്റിൽ ഒരു വിലാസം സ്വന്തമാക്കുന്നത്? സുരേഷ് ഗോപിയുടെ വാഹനത്തിന്റെ കേസ് എന്തായി? കാലം കുറേ ആയല്ലോ. ഒരു റെയ്ഡൊക്കെ ഒന്ന് നടത്തി നോക്കിക്കൂടെ? 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. കഴിഞ്ഞ 6 മാസമായിട്ട് ഇവർ ഈ കേസിന് പുറകെ ഉണ്ടെന്നാണ് പറയുന്നത്. നല്ല കാര്യം തന്നെയാണ്. എന്നാൽ എന്റെ ചോദ്യം, ഇന്ന് ഈ ദിവസം ഈ സമയത്താണ് ആ റെയ്ഡ് നടക്കേണ്ടതെന്നത് ആരുടെ തീരുമാനമായിരുന്നു? ഏത് ഉന്നതനാണ് ഇത് തീരുമാനിച്ചത്? ഇന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി ഇത്തരം ഒരു വാർത്താ സമ്മേളനം പ്രൈം ടൈമിൽ നടത്തണമെന്നത് ആരുടെ തീരുമാനമായിരുന്നു? നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ, നമ്മുടെ എംബസികളുടെ, അമേരിക്കൻ എംബസിയുടെ പേരും സീലും അവരുടെ ഇൻസിഗ്നയും ഫോർജ് ചെയ്ത് ആ ഡോക്യുമെന്റ്സ് ഉണ്ടാക്കി ആണ് ഈ വണ്ടികളെല്ലാം പലതരത്തിലും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പരിവാഹൻ വെബ്സൈറ്റിൽ പോലും കൃത്രിമത്വം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 2014 മാനുഫാക്ചർ ചെയ്തിട്ടുള്ള ഒരു വണ്ടി 2005 തന്നെ പരിവാഹൻ വെബ്സൈറ്റിൽ 1ാമത്തെ യൂസറായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ പരിവാഹൻ വെബ്സൈറ്റ് തന്നെ അവര് ഹാക്ക് ചെയ്താണെങ്കിലും അവരുടെ മോൾസ് ഉപയോഗിച്ചാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ പരിവാഹൻ വെബ്സൈറ്റ് മാനിപ്പുലേറ്റ് ചെയ്തു എന്നുള്ളതൊന്ന്. ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എംബസികൾ, മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ്, അമേരിക്കൻ എംബസി തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സീല്, സൈന്, ഇൻസിഗ്നിയ ഉപയോഗിച്ച് ഫോർജറി നടത്തിയിട്ടുള്ളത് ഒന്ന്. രണ്ടാമത്തത്. മൂന്നാമത്, ഇങ്ങനെയുള്ള വണ്ടികൾ വരുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അതിനെ കാണാനായിട്ട്. കാരണം ഞാൻ ഇപ്പൊ ഡോക്യുമെന്റ്സ് കാണിക്കുന്നതിൽ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളിൽ സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു എന്ന് നമ്മുടെ ഏജൻസികൾക്ക് കൃത്യമായ വിവരവും അതിനനുസരിച്ച് കേസുകൾ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്.
അയ്യന്റെ മോനെ, ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞില്ല ഇയാൾ ആള് ശരിയെന്നില്ല. ഇതാണ് കാരണം. എന്തൊക്കെ ഗുരുതരമായ ആരോപണങ്ങളാണ് വാർത്താ സമ്മേളനം നടത്തി മാധ്യമങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്നതെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ ഭീകരമായ സംഭവങ്ങളും കാര്യങ്ങളും ഈ കേസിലുണ്ടെങ്കിൽ അതിലൊക്കെ എന്ത് അന്വേഷണമാണ് നടന്നത്? ആരെയൊക്കെയാണ് കണ്ടെത്തിയത്? ആരാണ് ഇത്തരം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, രാജ്യദ്രോഹം അടക്കം ചെയ്തത്? നടപടി വല്ലതും ഉണ്ടായോ? എന്തൊക്കെയാണ് സാറേ ഇതിലെ ബാക്കി ആക്ഷൻസ്? ഞങ്ങൾക്കത് അറിയണം. ഇത്രയും ഗുരുതരമായ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഒരു കേസിൽ നേരെ വണ്ടിയും പിടിച്ച് കേരളത്തിൽ വന്ന് മമ്മൂട്ടിയുടെ ഗാരേജിൽ നിങ്ങൾ എന്താണ് ഈ തപ്പിത്തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇതിൽ എന്തൊക്കെയോ വലിയ ഗൂഢാലോചനയുണ്ടെന്ന് എനിക്ക് സംശയം തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെയാണ്. ഈ വാർത്താ സമ്മേളനം തന്നെ അതീവ ദുരൂഹമായ ഒന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ല, കേരളത്തിൽ തന്നെ 150-നും 200-നും ഇടയ്ക്ക് വണ്ടികളുണ്ട്. കേരളത്തിൽ തന്നെ മറ്റേ സംസ്ഥാനങ്ങളിലും ഇതുപോലെ വണ്ടികൾ കാണണം. അതുകൊണ്ട് തന്നെ ഇതൊരു സബ്സിക്വന്റ് ആയിട്ടൊരു ഓൾ ഇന്ത്യ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യാം. അതിനുള്ള ഒരു സ്കോപ്പ് ഉണ്ട് എന്നാണ് ഞങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത്. അതെന്താ ഇന്നലെ കേരളത്തിൽ മാത്രം റെയ്ഡ് നടന്ന് മറ്റു സംസ്ഥാനങ്ങളിൽ റെയ്ഡ് നടക്കേണ്ടേ? മറ്റു സംസ്ഥാനങ്ങളിലെ തട്ടിപ്പുകളിൽ പ്രമുഖർ അല്ലേ ഇനി പ്രതികൾ? ഇവിടെ മാത്രമേ വാർത്താ പ്രാധാന്യമുള്ള മനുഷ്യർ പ്രതികളായിട്ടുള്ളൂ. എന്തായാലും ദുൽഖറും പൃഥ്വിരാജും ചെയ്ത കുറ്റം എന്താണ്? അവരാണോ സാറേ നേരത്തെ സാറ് പറഞ്ഞ വലിയ വലിയ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത്? അവരുടെയൊക്കെ വീടുകളിൽ ഇന്ന് പരിശോധന നടത്തിയെന്നുള്ളത് ശരിയാണ്. അവരുടെ വണ്ടികൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അവരുടെ വണ്ടികൾ 1-2 ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കതിന് ഡോക്യുമെന്റ്സ് കാണണം, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കണം. അവരെല്ലാം ഇതിനകത്ത് എന്തുമാത്രം ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ അറിയാതെയാണോ അറിഞ്ഞാണോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇന്ന് പരിശോധനയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജിന്റെ വീട്ടില് ഒന്ന് നമ്മൾ പരിശോധന നടത്തി. അമിത് ചക്കാലക്കൽ എന്ന് പറയുന്ന ഒരു നടനുണ്ട്, അദ്ദേഹത്തിന്റെയും വീട്ടില് ഒരു പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ 3 നടന്മാരാണ് ഇപ്പോൾ തൽക്കാലം നമ്മുടെ റഡാറിൽ ഇന്ന് വന്നിട്ടുള്ളത്. ഇവരുടെ എല്ലാം വാഹനങ്ങൾ എടുത്തിട്ടുണ്ട്. അതിനെന്തിനാ സാറേ ഇത്തരം റെയ്ഡുകൾ? അവരെ വിളിച്ച് ചോദിച്ചാൽ അവര് ഉത്തരം പറയില്ല. അവര് മാന്യരായി ജീവിക്കുന്ന മനുഷ്യരല്ലേ? എന്തിനാണ് മമ്മൂക്കിയുടെ ഗാരേജിൽ എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിലുള്ള ബിഗ് ബ്രേക്കിംഗ് ഇന്നലെ മാധ്യമങ്ങളിൽ വാർത്തയായി പോയത്? മമ്മൂട്ടി അതിനകത്താണോ യാത്ര ചെയ്യുന്നത് എനിക്കറിയില്ല. ഇപ്പോ നമുക്കിപ്പം ആരുടെ പേരിലാണോ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അവരുടെ കാര്യം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ എനിക്ക് തോന്നുന്നു ദുൽഖറിന്റെ വണ്ടി അവിടെ കിടപ്പുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷന്റെ പുറത്തായിരുന്നിരിക്കണം. ദുൽഖറിന്റെ ഇന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത 2 വണ്ടികളാണ്. മറ്റു വണ്ടികൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. മറ്റേ വണ്ടിക്ക് റോഡ് ഫിറ്റ്നസ് ഇല്ല എന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, അത് നമ്മൾ സൂപ്പർനാമയിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഈ പറയുന്ന വണ്ടികളിൽ പലതും ഇൻഷുറൻസ് ഇല്ലാത്തതും റോഡ് ഫിറ്റ്നസ് ഇല്ലാത്തതും, പക്ഷേ വണ്ടികളെല്ലാം വെളിയിറങ്ങുന്നുണ്ട്. പല വണ്ടികളും പിടിച്ചെടുത്തു എന്ന് പറയാം. കാരണം പിടിച്ചെടുത്തു എന്ന് പറയുന്നത് സീഷറാണ്. പിടിച്ചെടുത്തു എന്ന് നമ്മൾ പറയുന്നത്. തീർച്ചയായിട്ടും അത് പിടിച്ചെടുത്തു എന്ന് തന്നെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കസ്റ്റംസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ മാത്രമല്ല, വളരെ വിപുലമായ ഒരു ഇഷ്യൂ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ആ ഇഷ്യൂസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത് അവർക്കെല്ലാം അത് ഈ പിശാശ് വായിൽ വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തി ആത്മരതിയിൽ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ആരായിരുന്നു ആ ഫോണിന്റെ മറ്റേ അറ്റത്ത് സംസാരിച്ച സർ? നിങ്ങൾ ആ ഫോണിൽ വരുന്ന രംഗം, അതില് ഈ സാറും മറ്റേ സാറും കൂടെ സംസാരിക്കുന്ന ബോഡി ലാംഗ്വേജ്, ഈ സാർ അങ്ങോട്ട് പറയുന്ന ചില വാചകങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേൾക്കണം. Sir, already going on, sir. 6:30 was the time, sir. They all come and it's already halfway through, sir.
In front, and it is already halfway done, sir. Of course, sir, it is on record, sir. Sir. We have not given any sensitive information, sir. We have only said that investigation, overall process investigation is going on, and we are looking at it. But of course, we have told that army in Chechnya and the embassy in details have already been misused. That is that we have evidences onto that. ठीक है ठीक है ആരായിരുന്നു ഫോണിന്റെ അങ്ങേ തലക്കിലുള്ള ആ സാർ? ആ സാർ എന്തിനാണ് ഈ സാറിന്റെ വാർത്താ സമ്മേളനത്തിൽ ലൈവായി ഇടപെട്ടത്? ആ ഫോൺ വന്ന ശേഷം ഈ കോമാളി വേഷം ഉടനെ വാർത്താ സമ്മേളനം നിർത്തി പോയത് എന്തുകൊണ്ടാണ്? എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ വാർത്താ സമ്മേളനത്തിൽ ഈ സാറ് പറഞ്ഞെന്ന് മറ്റേ സാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക? പ്രസ് ബ്രീഫ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവിടെ പലതും നടക്കുന്നുണ്ട്. ഭീഷണിപ്പെടുത്തി കലാകാരന്മാരെ വരുതിക്ക് നിർത്താനുള്ള ശ്രമമുണ്ട്. ഇഷ്ടമില്ലാത്ത സിനിമ എടുത്താൽ ഭീഷണി ഉണ്ടാവും, സൈബർ അറ്റാക്ക് ഉണ്ടാവും, പലതരം കേസുകൾ ഉണ്ടാവും. ചൊൽപ്പടിക്ക് നിന്നാൽ എന്ത് വേണമെങ്കിലും തരുമെന്ന് മെസ്സേജ് തരാൻ വേണ്ടി ചിലർക്ക് എഴിഞ്ഞു കൊടുക്കുന്ന അപ്പക്കഷ്ണങ്ങളുണ്ട്. മലയാളികൾ പൊട്ടന്മാരല്ല. ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നില്ലെന്ന് തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കളിക്കുന്ന ആൾ മറക്കരുത്. ഞങ്ങൾ മലയാളികൾ ഇതിനെതിരെയൊന്നും പറയാത്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾക്ക് ലാലേട്ടനും മമ്മൂക്കയും കണ്ണും ഹൃദയവും പോലെ, അല്ലെങ്കിൽ ഇടത് കണ്ണും വലത് കണ്ണും പോലെ എത്രയോ പ്രിയപ്പെട്ടവരായതുകൊണ്ടാണ് അവരെ ഞങ്ങൾ ചങ്കിൽ ചേർത്താണ് വെച്ചിരിക്കുന്നത്. വൃത്തികെട്ട ചർച്ചകൾ ഉയർത്തി അവരുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴരുതെന്ന് മലയാളി ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. മരപ്പൊട്ടന്മാരെ, മമ്മൂക്കയ്ക്ക് അസുഖം വന്നാൽ വ്രതമെടുത്ത് മല ചവിട്ടുന്ന ദേവതുല്യനാണ് ലാലേട്ടൻ. ലാലേട്ടൻ അവാർഡ് കിട്ടുമ്പോൾ ഹൃദയരക്തം ചേർത്ത് ആശംസാക്കുറിപ്പ് എഴുതുന്ന ആളാണ് മമ്മൂക്ക. മമ്മൂക്കയാണോ ലാലേട്ടനാണോ കിടു എന്ന ചോദ്യമൊക്കെ, ആ ചർച്ചയൊക്കെ മലയാളികൾ നിർത്തിയിട്ട് കാലങ്ങളായി. കണ്ണിലെ കൃഷ്ണമണി പോലെ പ്രിയപ്പെട്ടവരാണ് ഈ രണ്ടുപേരും മലയാളികൾക്ക്. അതിൽ വിഷം കലക്കാൻ ആര് വന്നാലും ഞങ്ങൾ മലയാളികൾ അതിനെ ഒന്നിച്ചു തന്നെ നേരിടും. നെഞ്ചൂക്കോടെ തല ഉയർത്തി നിന്ന് തന്നെ നേരിടും. ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ദുൽഖർ സൽമാനോ പൃഥ്വിരാജോ നികുതി വെട്ടിച്ചോ പറ്റിച്ചോ കുതികാലി വെട്ടിയോ വണ്ടി കള്ളക്കടത്ത് നടത്തിയോ ഒക്കെയാണ് ജീവിക്കുന്നത്, അങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും, ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? എനിക്ക് തോന്നുന്നില്ല ഒരു മലയാളി പോലും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ടാകുമെന്ന്. ആ നാട്ടിലാണ് ഇത്തരം കോപ്രായങ്ങൾ ഇന്നലെ അരങ്ങേറിയത്. എനിക്ക് ഇന്നലെ നടന്ന റെയ്ഡ് ഒട്ടും സ്വാഭാവികമായൊരു നടപടിയായിട്ടോ നിഷ്കളങ്കമായിട്ടോ തോന്നുന്നില്ല. ആ കസ്റ്റംസ് ഓഫീസറുടെ പെരുമാറ്റവും വാർത്താ സമ്മേളനവും വളരെ ദുരൂഹമാണ്. ഇതിൽ വലിയ ഗൂഢാലോചനയുണ്ട്. ഇതിൽ മമ്മൂക്കയുടെ പേരിൽ ഇത്തിരി ചെളി തെറിപ്പിക്കുക, പറ്റിയാൽ പുള്ളിയെയും മകനെയും ഒന്ന് ചെറുതാക്കി കാണിക്കുക, ചുറ്റും കൂടി നിന്ന് കാഴ്ച കാണുന്ന മറ്റു നടീനടന്മാർക്ക് കൃത്യമായ മെസ്സേജ് അനുസരിച്ചൊക്കെ നിന്നാൽ നിങ്ങൾക്ക് ദാദേ സാഹബ് ഫാൽക്കെ വരെ തരും, എതിർത്തു നിന്നാൽ റെയ്ഡും അപമാനവും തരും എന്ന മെസ്സേജ് നൽകൽ കൂടിയായിരുന്നു ഇന്നലത്തെ നാടകം. എമ്പുരാൻ സിനിമയുടെ പേരിലുണ്ടായ വിവാദങ്ങൾ ഇവിടെ ആരും മറന്നിട്ടില്ല. സിനിമ റീ എഡിറ്റ് ചെയ്തത്, മോഹൻലാൽ ക്ഷമാപണം നടത്തിയത്, സിനിമയുടെ പിന്നേലെയും ഉണ്ടായിരുന്നു ഈ മരമോറന്മാർ, ഏതോ പള്ളിപ്പാതിരി അപമാനിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സിനിമകളുടെ പുറകെയും ഇവരുണ്ട്. കാലങ്ങളായി ഇവിടെ
1998 പത്മശ്രീ വാങ്ങിയ ആളാണ് മമ്മൂക്ക. 2014 ശേഷം ഒരു ദേശീയ പുരസ്കാരവും അദ്ദേഹത്തെ തേടി വന്നില്ല. അദ്ദേഹത്തിന് നല്ല സിനിമകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ദേശീയ പുരസ്കാരത്തിന് അർഹതയുള്ള 1000 സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ ഇത്തവണ ഷാറൂഖ് ഖാന് മികച്ച നടനുള്ള അവാർഡ് നൽകിയത് ഏത് സിനിമയ്ക്കാണെന്ന്? ജവാനാണ്. അതിനെക്കുറിച്ച് ഓർത്താൽ ഞാൻ ഇപ്പോഴും ചിരിച്ചു പോകും. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? അതാ പറഞ്ഞത്, ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ അല്ലെങ്കിൽ പത്മവിഭൂഷൺ ഒന്നും കിട്ടിയിട്ടില്ല, അർഹതയില്ലാത്തത് കൊണ്ടല്ല. പക്ഷെ മമ്മൂക്കയ്ക്ക് ഇതൊക്കെ പുല്ലാണ് കേട്ടോ. പുള്ളി വേറെ ലെവൽ മനുഷ്യനാണ്. പുള്ളി ഇവര് നൽകുന്ന അവാർഡൊക്കെ വാങ്ങി സന്തോഷിക്കുന്നതിന്റെയൊക്കെ മേലേക്ക് എന്നേ വളർന്നു കഴിഞ്ഞു. പക്ഷെ നമ്മൾ ആരാധകർക്ക് തോന്നുന്നില്ലേ ഇതെന്താ പുള്ളി ഇവരിങ്ങനെ അവഗണിക്കുന്നതെന്ന്? എനിക്ക് തോന്നുന്നുണ്ട്. എന്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിനൊപ്പമാണ് ഇത്തരം റെയ്ഡ് നാടകങ്ങൾ. അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ കഴിയില്ല സാറന്മാരെ. മോഹൻലാൽ ഡൽഹിയിൽ രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും പരമോന്നത ബഹുമതിയായ ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് വാങ്ങുമ്പോൾ അതേ ദിവസം അതേ സമയം മമ്മൂക്കയുടെ വീട്ടിൽ ഗാരേജിൽ റെയ്ഡ് നടക്കണമെന്നും അത് വാർത്താ മാധ്യമങ്ങളിൽ വലിയ തലക്കെട്ടുകളോടെ ബ്രേക്കിംഗ് ന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കണം അന്നത്തെ പകൽ മുഴുവൻ എന്ന് തീരുമാനിച്ചത് ആരാണ്? ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ അതിന് ഉത്തരം പറയേണ്ടി വരും.